ലാസ്റ്റ് ഒരു 7 ഡേയ്സിൽ സാറ് ചെയ്തിട്ടുള്ള ഓരോ ദിവസത്തിലും 3 പ്രയോറിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ടോട്ടൽ 7x3 21 പ്രയോറിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ സാറിന് പറയാൻ പറ്റുന്ന ക്ലാരിറ്റി ഉണ്ട്. വളരെ സിമ്പിളായിട്ട് അതിനൊരു ടൂൾ ഉണ്ടല്ലോ സാർ, നമ്മുടെ കലണ്ടർ, വീക്ക്ലി കലണ്ടർ എന്ന് പറയുന്ന ആ ടൂളിലേക്ക് നമ്മൾ കയറുന്നു. അതിന് നമുക്ക് കൃത്യമായിട്ട് സൺഡേ എന്ന് പറയുന്ന ദിവസത്തിൽ പല ബിസിനസ് ഓണേഴ്സും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളിവിടെ ക്യാഷ് ബിൽഡ് ചെയ്യുന്ന ഒരു സാറ് സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും നമ്മൾ ഒരു ദിവസം പോലും വിടാതെ ആളുകളുടെ ഫ്രീഡം ഒക്കെ എടുത്ത് നശിപ്പിക്കുന്ന പരിപാടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആക്ച്വലി ഇപ്പോൾ സൺഡേ നമ്മൾ ക്യാഷ് ഡയമെൻഷനിൽ ലെവണക്സ് ആക്ച്വലി സൺഡേ കോച്ച് ചെയ്യാനായിട്ടുള്ള റീസൺ, 1 മണിക്കൂർ സൺഡേ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ തിരക്ക് മാറ്റി വെച്ചിട്ട് ഫ്രീ ആയിട്ട് ആ ഒരു സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വർക്ക് വീക്ക്, അതായത് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓണർ ഈ ടീം മെമ്പേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. അവിടെ നിന്നാണ് ഈ പറയുന്ന ഇപ്പം നമ്മളെ സംബന്ധിച്ച് 188 ആഴ്ചകളായിട്ട് ക്യാഷ് എന്ന് പറയുന്ന ഡയമെൻഷനിൽ കോച്ചിങ് കൊടുക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ഉമർ ഫറൂഖ് സാർ. അപ്പോൾ ഈ സൺഡേ മോർണിംഗ് ഇങ്ങനെ എണീറ്റിരിക്കാൻ സാറിന് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇനീഷ്യലി ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി സാർ. പക്ഷേ പിന്നീട് അങ്ങോട്ട് സാറിൻ്റെ ആ ഒരു ക്യാഷ് എന്ന് പറയുന്ന ആ ഡയമെൻഷനിൽ സാറ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടപ്പോൾ പിന്നെ ഇത് മിസ്സായാൽ, ഒരു ദിവസം മിസ്സായാൽ ഭയങ്കര പെയിനാണ്.